പക്ഷെ വെനിസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോയുടെ കിടപ്പറയിൽ കയറി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും, അതും കൊടും കുറ്റവാളികളെ പോലെയാണ് പിടിച്ചോണ്ട് ഡെൽറ്റ ഫോഴ്സ് പിടിച്ചോണ്ട് വന്ന് ഇതൊക്കെ മാധ്യമങ്ങളിൽ ഇപ്പോ വലിയ ചർച്ചയാകുന്നുണ്ട്. ഇപ്പൊ എത്ര തെറ്റുകാരനാണെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇങ്ങനെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രസിഡന്റിനെ വേണമെങ്കിൽ ഏതെങ്കിലും അജ്ഞാതന് ട്രംപിനെ തീർക്കാം. കാരണം ട്രംപ് ഈ ഇടയ്ക്ക് പ്രസംഗിച്ച സമയത്താണ് വെടിയുണ്ട ഇതിലേ പോയത്. അപ്പൊ ട്രംപിന് ഏത് സമയവും ഇത് കാത്തിരിപ്പുണ്ടെന്നുള്ളതാണ്. ട്രംപിന് പറയുന്നത് അടുത്തത് കൊളംബിയയാണ്. കാരണം ഇതുപോലെയാണ് കൊളംബിയ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓയിലുണ്ട്. ആ ഓയിൽ മുഴുവനായിട്ട് തങ്ങൾക്ക് തരണമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അത് നടക്കില്ല എന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കേണ്ട, അവിടെ ജനാധിപത്യമില്ല, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല അവിടെ ഭരിക്കുന്നത്. 51% വോട്ട് കിട്ടിയാണ് ഈ നിക്കോളാസ് മഡോറോ അവിടെ അധികാരത്തിലേത്. പക്ഷെ അത് ജനാധിപത്യമായ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഇന്ത്യയും ശ്രീലങ്കയും പോലെ തന്നെയാണ് അമേരിക്കയും വെനിസ്വലയും തമ്മിൽ ഏറ്റവും 3000 കിലോമീറ്റർ ആണ് കടൽ അവരുടെ ഈ ദൂര വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ തൊട്ടടുത്ത രാജ്യത്തെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ട്രംപ് ഇത് ചെയ്തതെന്നാണ് പല ക്യാപ്സ്യൂളുകളും ഇറങ്ങുന്നത്. അങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ട്രംപിന് അമേരിക്കക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അല്ല, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ മേൽ ഇത്തരത്തിന് അധിനിവേശം നടത്താനായിട്ടുള്ള അവകാശം ആരാണ് നൽകിയിട്ടുള്ളത്? ആരും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അമേരിക്ക എന്താണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് എന്തും ചെയ്തിട്ടുള്ളത്. ഇതൊരു പുതിയ കാര്യമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ആദ്യം ക്യൂബയ്ക്കെതിരെയായിരുന്നു. ക്യൂബയിലെ വിപ്ലവം നടന്നതിന് ശേഷം 1959 ക്യൂബൻ വിപ്ലവം നടക്കുന്നത്. ഫിദൽ കാസ്ട്രോന്റെ നേതൃത്വത്തിൽ നടന്ന ആ വിപ്ലവത്തിന് ശേഷം അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ദ്വീപായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശമായിട്ട് ക്യൂബ ലാറ്റിൻ അമേരിക്കൻ പോരാട്ടത്തിന്റെ കേന്ദ്രമായി മാറി. CIA അങ്ങോട്ട് തമ്പടിക്കുകയും CIA അകത്ത് കയറുകയും ഇവരെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഫിദൽ കാസ്ട്രോന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അത് പൊളിച്ചു കളയാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് നാട് അവസാനിക്കുന്നില്ല. അതിൻ്റെ ഒരു തുടർക്കഥയാണ് അവരുടെ അധിനിവേശം എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ പോലും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇറാൻ എന്ന് പറയുന്ന സാധനം. ഇറാനിലെ, ഇറാഖിലെ, ഇപ്പോൾ നമ്മൾ വെനിസ്വലയിൽ കാണുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അമേരിക്ക അതിനെ പ്രതിവിധി ഗുണ്ടായുസത്തിലൂടെയാണ് നിർവഹിക്കുന്നത്. നാടൻ ചട്ടമ്പികളെ പോലെ, നാടൻ ചട്ടമ്പി, ഇദ്ദേഹം ലോക ചട്ടമ്പിയാണ് അത്ര. അത് പലതരത്തിലും പ്രകടമാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ, ഇറാൻ ആക്രമിച്ചത് ട്രംപാണോ? അല്ല, ഇസ്രായേലാണ് ആക്രമിച്ചത്. ഇസ്രായേൽ ആക്രമിക്കുന്നതിന് ട്രംപ് വിളിച്ച് ഇസ്രായേലിനോട് പറയാണ് ചെയ്യുന്നത്, അവനെ അടിക്കണ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ അടിച്ചു. എന്നുവെച്ചാൽ ഒരു കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഗുണ്ടയെ പോലെയാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഇറാനെ അടിച്ചത്. പക്ഷെ അതിൽ പരിപൂർണമായിട്ടുള്ള വിജയത്തിലെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, നമ്മളെ ഇന്ത്യക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെ എണ്ണ വാങ്ങിക്കിരുന്നവർ പറയുന്നു നമുക്ക് അവസാനം എണ്ണ വാങ്ങാൻ പറ്റാതെ. എന്നുവെച്ചാൽ അത്ര ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് അമേരിക്ക മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യത്തിലേ അവർക്ക് താല്പര്യമുള്ളൂ, എണ്ണയിൽ മാത്രമാണ് താല്പര്യം. എണ്ണയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നുവെച്ചാൽ ഊർജം എങ്ങനെ അവരുടെ ആധിപത്യത്തിലും നിലനിൽക്കണം, ആധിപത്യത്തിലും അതേപോലെ തന്നെ ഡോളറിലും നിലനിൽക്കണം, അല്ലെങ്കിൽ ഡോളർ ആധിപത്യത്തിലും നിലനിൽക്കണം എന്ന പ്രശ്നം ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കെതിരെ എന്തുകൊണ്ടാണ് ട്രംപ് തിരിഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങുന്നു എന്ന് മാത്രമല്ല, ആ എണ്ണ വാങ്ങുമ്പോൾ നമ്മൾ റഷ്യക്ക് കൊടുക്കുന്നത് ഇന്ത്യൻ റുപ്പിയാണ്. ഇപ്പോൾ പുടിൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഡോളറിൻ്റെ ആധിപത്യം തകർക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഇതാണ് ട്രംപിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിട്ട് മാറി. അങ്ങനെ അതിനെതിരെ ഉള്ള കരുനീക്കങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ നടത്തി ഇന്ത്യയെ യഥാർത്ഥത്തിൽ അമേരിക്ക കീഴിലാക്കി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു സമ്മർദ്ദത്തിലാക്കി. എന്നിട്ട് അവർ പറയുന്നതനുസരിച്ചിട്ട് കരാറുണ്ടാക്കിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല, പാകിസ്ഥാനി അസീം മുനീർ എന്ന് പറയുന്ന ഒരുത്തിനെ പിടിച്ച് അവിടെ കൊണ്ട് ഈ പട്ടിക്ക് ചോറ് കൊടുക്കുന്നവരെ ട്രംപ് എന്ത് ചെയ്തു? അയാളുടെ മുറിയിൽ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുത്തു വിട്ട കാര്യം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇന്ത്യക്കെതിരെ ശത്രുക്കൾ നിർമ്മിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ആ ബംഗ്ലാദേശ് ഇല്ലേ, അവിടെ കലാപം ഉണ്ടാക്കി
എന്നിട്ട് അതുവരെ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമായിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ബംഗ്ലാദേശിനെ ഇപ്പോൾ കടുത്ത ശത്രുതയിലേക്ക് കൊണ്ടുവന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതേപോലെ തന്നെ തുർക്കി, ഇതൊക്കെ അവരുടെ കസ്റ്റഡിയിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്ക. എല്ലാ സ്ഥലവും ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ്. എല്ലാം ലോകത്തിന്റെ പോലീസുകാരൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് അമേരിക്കയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച്. വെനിസ്വേലയിൽ പ്രശ്നം ആരംഭിക്കുന്ന ഇപ്പോഴല്ലേ, 2013 അന്ന് അവിടെ അധികാരത്തിൽ വന്ന ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ്, അദ്ദേഹം വളരെ പോരാട്ടക്കാരനായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായിട്ട് അടിച്ച് തകർത്ത് അമേരിക്കക്കാരെ അടിച്ചു ഓടിക്കും എന്ന് പ്രഖ്യാപിച്ച ഒരാളായിരുന്നു ഹ്യൂഗോ ഷാവേസ്. ഇയാൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെനിസ്വേലയിലെ എല്ലാ എണ്ണപ്പാടങ്ങളും എന്ത് ചെയ്തു, സർക്കാരിൻ്റെതാക്കി മാറ്റി. അതാണ് അതോടുകൂടി അമേരിക്കൻ കമ്പനികൾക്ക് പിന്നീട് ഈ വെനിസ്വേലയിൽ എണ്ണപ്പാടങ്ങളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഇടമില്ലാതാക്കിയതാണ്, വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അത് ദേശവൽക്കരിച്ചു. എന്നുവെച്ചാൽ വെനിസ്വേലയിലെ എല്ലാ എണ്ണപ്പാടങ്ങളും വെനിസ്വേല എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെതാണെന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ശിങ്കിടികൾക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് അന്ന് ആരംഭിച്ച പരിപാടിയാണ് 2013. പിന്നീട് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നീട് ഹ്യൂഗോ ഷാവേസ് മരിച്ചു. അതിൻ്റെ പിൻഗാമിയായിട്ടാണ് നിക്കോളാസ് മുറഡോ അവിടെ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തെ ശരിപ്പെടുത്താനായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ നടക്കുന്നു. അദ്ദേഹം അതിനകത്ത് കുടുങ്ങുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി ഈ മുറഡോ ഉണ്ടാക്കി വെച്ചിരുന്നു. 5000 പട്ടാളക്കാരുടെ ഒരു സെക്യൂരിറ്റിയാണ്, ഡിഫറെൻറ്റ് ലെയേഴ്സിലുള്ളത്. അപ്പോൾ ആ സെക്യൂരിറ്റിയെ കടന്ന് അകത്ത് കയറുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ നമ്മുടെ സത്യസായിബാബയുടെ ഒരു ഭക്തനാണ് ഈ മുറഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സായി ഭക്തന്മാരുടെ വേഷത്തിൽ ഒരുപാട് CIAക്കാർ എന്ത് ചെയ്തു, ഇവിടേക്ക് നുഴഞ്ഞു കയറി. അവരാണ് എല്ലാ രഹസ്യങ്ങളും വളരെ കൃത്യമായിട്ട് അമേരിക്കയെ അറിയിച്ച്, അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിനെ അറിയിച്ച്, അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇയാൾ താമസിക്കുന്ന സ്ഥലം, ഇയാൾ 8 ലൊക്കേഷനിൽ മാറി മാറി താമസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എവിടെയാണ് അന്ന് ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇയാളും ഭാര്യയും ഉറങ്ങുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് അവിടെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇയാളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ അയാളെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ ലക്ഷ്യമേ അമേരിക്കയ്ക്കുള്ളൂ, ഈ വെനിസ്വേലയുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് അവിടെ അവർ പറയുന്നത് കേൾക്കുന്ന ഒരു ഭരണാധികാരി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ വെനിസ്വേല ഈ പറയുന്നവര് ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് എത്ര കാലം ട്രംപ് നടത്തുന്ന ഈ അധിനിവേശത്തിനും വെനിസ്വേലയിൽ കാലുറപ്പിക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് വേണം കാണാൻ. ഈ ക്യാപ്സ്യൂളിൽ ഇളക്കുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സദാം ഹുസൈനെ കൊന്ന സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ സന്തോഷഭരിതരായിരുന്നു. അത് പല മാധ്യമങ്ങളും പുറത്ത് കാണിച്ചില്ല, പുറത്ത് വിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഏകാധിപതിയായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പതനം ഇങ്ങനെ ആയിരിക്കും. ഇതാണിപ്പോ ഒരുപാട് പേർ വെനിസ്വേലയിൽ സന്തോഷിക്കുന്നുണ്ട്, ആഹ്ലാദം പങ്കുവയ്ക്കുന്നുണ്ട്, അവർ കൊടികൾ ഉയർത്തി ആഹ്ലാദിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ എന്നുള്ളതല്ല. ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തിന്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നാളെ ഈ പറയുന്ന നമ്മുടെയൊക്കെ രാജ്യത്ത് സംഭവിച്ചുകൂടാന്നില്ലല്ലോ മാഷേ. അല്ല, ലോകത്തിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരു ലോകനീതി എന്ന് പറയുന്നത് സാധാരണ മുന്നോട്ട് വെക്കാറുണ്ട്. അത് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നിലനിൽക്കുന്നതായിട്ടുള്ള നിയമവ്യവസ്ഥയാണ്. ആ നിയമവ്യവസ്ഥയെ ലംഘിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മറ്റു രാഷ്ട്രങ്ങൾ പറഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ ലോക വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിയായിരിക്കാം, നിക്കോളാസ് മുറഡോവിനെ അവിടെ നിന്ന് പുറത്താക്കിയ സമയത്ത് ഒരുപാട് പേര് അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ടാവും. സദാം ഹുസൈൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താ ചെയ്തത്? സദാം ഹുസൈൻ്റെ കാര്യത്തിൽ ചെയ്ത അതേ നടപടിക്രമം തന്നെയാണ് ഇവിടെയും യഥാർത്ഥത്തിൽ അമേരിക്ക ആവിഷ്കരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സദാം ഹുസൈൻ്റെ കീഴിലുള്ള എണ്ണ കൊള്ളയടിക്കലായിരുന്നു, അല്ലെങ്കിൽ ഇറാഖിലെ എണ്ണ കൊള്ളയടിക്കലായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അത് അമേരിക്കയിൽ സാക്ഷാത്കരിച്ചു. അതിനെന്ത് ചെയ്തു? ഇവൻ ജൈവ ആയുധങ്ങൾ സൂക്ഷിക്കുന്നവനാണ്, ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധനാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവിടേക്ക് അടിച്ചു കയറിയത്. എന്നിട്ട് അടിച്ചു കയറി അയാളെ ശരിപ്പെടുത്തി അയാളെ തൂക്കിക്കോ. അതിനുശേഷം ഇറാഖിലെ എണ്ണ മുഴുവൻ അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. വെനിസ്വേലയിലും എണ്ണ കൊള്ളയടിക്കലാണ് അവരുടെ ലക്ഷ്യം. എവിടെയൊക്കെയാണോ ഇതേപോലെയുള്ള പ്രകൃതി സാധ്യതകൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ വലിയ റിസോഴ്സസ് ഉള്ളത്, ആ റിസോഴ്സസ് കൊള്ളയടിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊള്ളയാണ്. ആ കൊള്ളയെ ന്യായീകരിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല. ശരിയായിരിക്കാം, നിക്കോളാസ് മഡോറോയ്ക്ക് എതിരെ ഒരുപാട് എതിരാളികളുണ്ടാകും, അവർക്ക് ആഹ്ലാദം ഉണ്ടാകും. ഇപ്പം കേരളത്തിൽ പിണറായി വിജയനെതിരെ ഒരുപാട് ആളുകളുണ്ടല്ലേ. പിണറായി വിജയനെ ഇതേപോലെ തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുക, മോദിയുടെ പട്ടാളം വന്നിട്ട് അയാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കുറേ അധികൾക്ക് ആഹ്ലാദം ഉണ്ടാകും, അവരെ ആഹ്ലാദിക്കും, അവർ ആഹ്ലാദ പ്രകടനം നടത്തും. പക്ഷെ ഇത് ശരിയായ പരിപാടിയാണോ? അല്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ആഹ്ലാദിച്ചോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു അപകടമുണ്ട്, തെറ്റുണ്ട്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമീപനമാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ അഹങ്കാരം, അധികാര കൊതി, അതൊക്കെ വളരെ ശക്തമായിട്ട് ഇവിടെ പ്രകടമാണ്. ഈ നേരത്തെ ട്രംപ് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ട്രംപ് പറഞ്ഞത് ഞാൻ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? നോബൽ സമ്മാനം നേടാൻ വേണ്ടിയിട്ടാണ്. നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടിയില്ല. നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ദുഃഖമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു എന്നാണോ എനിക്ക് തോന്നുന്നത്. അവരെ വിദ്വേഷിയായിട്ടുള്ള ഒരുത്തൻ, തെമ്മാടിയായിട്ടുള്ള ഒരുത്തൻ അദ്ദേഹം പുറത്തു വരികയും അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള നോബൽ സമ്മാനം കിട്ടിയത് വെനിസലയിലെ പ്രതിഷ്ഠ നേതാവായിട്ടുള്ള മച്ചാഡോവിനാണ്. ആ സ്ഥലത്ത് തന്നെ കയറി അയാൾ എന്ത് ചെയ്തു? അക്രമം കാണിച്ചു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള